25% സംസ്ഥാനം വഹിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി സംസ്ഥാനം നൽകിയ പണമുണ്ട്. അതിന് മറ്റൊരു പരിഗണനയിൽ കടമെടുപ്പ് പരിധിയിൽ വെട്ടിക്കുറച്ചിട്ടുണ്ട് ആ തുക. അത് കിഫ്ബി നൽകിയ തുകയാണ്. അപ്പം അത് വലിയ തോതിൽ ഇരട്ടപ്രഹരമായി സംസ്ഥാനത്തിന് വരുന്നതാണ്. അതുകൊണ്ട് അതിൽ ആ തുക എടുക്കുന്നതിന് അനുവദിക്കണം, കടമെടുക്കുന്നതിന് അനുവദിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് ദീർഘകാലമായ കേരളത്തിൻ്റെ ആവശ്യമാണ്. അത് കോഴിക്കോട് കിനാലൂരിൽ നമ്മൾ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ എയിംസ് സ്ഥാപിക്കുക എന്നുള്ള ആവശ്യം. ഇത് നേരത്തെ എയിംസിന് വേണ്ടി 4 സ്ഥലങ്ങൾ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തോട് പറഞ്ഞു, നിങ്ങൾ 4 എണ്ണമായി പറഞ്ഞാൽ ശരിയാവില്ല, ഒരു സ്ഥലം പറയണം. അങ്ങനെയാണ് കോഴിക്കോട് എന്ന് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചത്. അപ്പോൾ കോഴിക്കോട് എയിംസ് സ്ഥാപിക്കുന്നതിനുള്ള നടപടി ത്വരിതപ്പെടുത്തണം എന്നതും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എല്ലാ തവണയും കാണുമ്പോൾ ഈ പ്രശ്നം അവതരിപ്പിക്കാറുണ്ട്. അതും അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം സംസ്ഥാനത്തിൻ്റെ അതിവേഗ നഗരവൽക്കരണം കണക്കിലെടുത്ത് ശാസ്ത്രീയമായ നഗരാസൂത്രണവും ആർക്കിടെക്ചറൽ ഗവേഷണവും ശക്തിപ്പെടുത്തുന്നതിനായി സംസ്ഥാനത്ത് ഒരു സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ SPA സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു കാര്യം, നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിൽ നൽകാനുള്ള കുടിശ്ശികയാണ്. ഈ കുടിശ്ശിക, നെല്ല് സംഭരണ സബ്സിഡി, അതാണ് കുടിശ്ശികയാകുന്നത്. അപ്പോൾ അത് ചില സാങ്കേതിക തടസ്സങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കുടിശ്ശികയാക്കുന്നത്. അതുടൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാങ്കേതിക പൊരുത്തക്കേടുകൾ കാരണം തടഞ്ഞു വെച്ച 221.5 കോടി, അതേപോലെ ഗതാഗത ചാർജുകളുമായി ബന്ധപ്പെട്ട 257.4 കോടി, ഇതെല്ലാം സംസ്ഥാനത്ത് ലഭിക്കാനുള്ളതാണ്. ഈ തുക കുടിശ്ശികയായത് നെൽകർഷകർക്ക് സാമ്പത്തിക പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്, സപ്ലൈകോക്കും സാമ്പത്തിക പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ഇവയെല്ലാം സംസ്ഥാനത്തിൻ്റെ ക്ഷേമത്തിന് മാത്രമല്ല, ദുരന്ത നിവാരണം, ധനകാര്യ ഫെഡറലിസം, ആരോഗ്യരംഗത്തെ പുരോഗതി, വിദ്യാഭ്യാസ സമത്വം, ഭക്ഷ്യസുരക്ഷ, സുസ്ഥിര നഗരവൽക്കരണം, ഇത്തരം ദേശീയ ലക്ഷ്യങ്ങളുമായി ചേർന്നു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതുണ്ടാകുമെന്നാണ്
പ്രതീക്ഷിക്കുന്നത്. കേരളം നേരിടുന്ന നിലവിലെ ധനഞെരുക്കത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി ആവശ്യപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നലെ ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ നിങ്ങളെടുത്ത് വിശദീകരിച്ചതായതുകൊണ്ട് വിശദമായ ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. GST നിരക്ക് പരിഷ്കരണം, അമേരിക്കയുടെ പ്രതികാര ചുങ്കം, IGST റിക്കവറിയുടെ ഭാഗമായി തിരിച്ചുപിടിച്ച വലിയ തുക, സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത്, അത്തരം കാര്യങ്ങളടക്കമുള്ള നടപടികൾ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിനിടയാക്കിയിട്ടുണ്ട്. ഇത് കാരണം ക്ഷേമ പദ്ധതികൾ, വികസന പദ്ധതികൾ, അവശ്യ പൊതുസേവനങ്ങൾ ഇവ നടത്തിക്കൊണ്ടുപോകാൻ വലിയ പ്രയാസം നേരിടുകയാണ്. സംസ്ഥാനത്തിന് ഏകദേശം 9,765 കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ട്. 5,200 കോടി രൂപയിലധികം കടമെടുപ്പ് പരിധിയിൽ കുറവും ഉണ്ടായിട്ടുണ്ട്. കിഫ്ബി അടക്കമുള്ള ബജറ്റിന് പുറത്തെ കടമെടുപ്പുകളുടെ പേരിൽ 4,711 കോടി രൂപ വെട്ടിക്കുറച്ചിട്ടുമുണ്ട്. ഇതൊന്നും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ പോലും ഉണ്ടായതല്ല, മറിച്ച് സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിക്ക് പുറത്തു നിന്നുണ്ടായ നയപരമായ തീരുമാനങ്ങളുടെയും വ്യവസ്ഥാപരമായ പ്രശ്നങ്ങളുടെയും ഫലമായി ഉണ്ടായതാണ്. അപ്പോൾ ആവശ്യപ്പെട്ടത് താൽക്കാലിക ആശ്വാസം എന്ന നിലക്ക് മുൻപുണ്ടായിരുന്ന കടമെടുപ്പ് പരിധി പുനഃസ്ഥാപിക്കുക, IGST റിക്കവറിയുടെ ഭാഗമായി തിരിച്ചുപിടിച്ച 965 കോടി രൂപ തിരികെ നൽകുക, ഇനിയുള്ള റിക്കവറി മാറ്റിവെക്കുക, ബജറ്റിന് പുറത്തെ കടമെടുപ്പിൽ വരുത്തിയ 4,711 കോടി രൂപയുടെ വെട്ടിക്കുറക്കൽ അടുത്ത ധനകാര്യ കമ്മീഷൻ കാലയളവിലേക്ക് മാറ്റിവെക്കുക, ദേശീയപാതയുടെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കലിന് സംസ്ഥാനത്തിൻ്റെ 25% വീതം നൽകുന്നതിനായി 6,000 കോടിയോളം രൂപ നൽകിയത് അത് സംസ്ഥാനത്ത് ഇരട്ടപ്രഹരമായി വരുന്നുവെന്ന് കണക്കാക്കി അത്രയും തുക അധികമായി കടമെടുക്കാൻ അനുവദിക്കുക. അവശ്യ മൂലധന ചെലവ് നിലനിർത്തുന്നതിനായി GSDPയുടെ 0.5% ഏകദേശം 6,650 കോടി രൂപ അധികമായി കടമെടുപ്പിനുള്ള അവസരം ഈ വർഷവും അടുത്ത വർഷവുമായി നൽകുക. സംസ്ഥാനവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും തമ്മിലുള്ള CAPF കുടിശ്ശിക വേഗത്തിൽ ക്രമീകരിക്കുന്നതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളുക. ഇവിടെ കാണേണ്ടത്